ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടൊരു അടിപൊളി അലുവയാണ്. അതിനാവശ്യമായ സാധനം കുതിർത്ത് വെച്ച ഗോതമ്പ് 1 കപ്പ്, ആവശ്യത്തിന് പാല്. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര എടുക്കാം. ആവശ്യത്തിന് അണ്ടി മുന്തിരി, 4 ശർക്കര, 3 ഏലക്കായ. കുതിർത്ത് വെച്ച ഗോതമ്പ് മിക്സിയിൽ ജാറെടുത്തിട്ട് അതിൽ ഇട്ടുകൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരക്കുക. തരില്ലാതെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ശർക്കര 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നല്ലതായി ഉരുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ അലുവ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തേക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് ഒഴിച്ചിട്ട് പൊടിച്ച് വെച്ച ഏലക്കായും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എടുത്ത് വെച്ച പാലും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തീ കത്തിച്ചിട്ടില്ല, അങ്ങനെ തീ കത്തിക്കാതെ മാവൊക്കെ സെറ്റാക്കിയതിന് ശേഷം ലാസ്റ്റ് തീ കത്തിക്കാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കുക. നല്ലവണ്ണം ഇങ്ങനെ മിക്സാക്കണം. പാലും അരച്ച് വെച്ച മാവും ഏലക്ക പൊടിച്ചതും എല്ലാം കൂടി ഇങ്ങനെ മിക്സാക്കുക. എല്ലാവർക്കും റേഷൻ പൊടിയിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ നല്ല ഗോതമ്പ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ പായസവും പുമ്മാവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതാക്കണമെന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലവണ്ണം മിക്സാക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് നല്ല മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം സ്റ്റൗ കത്തിച്ച് വെക്കാൻ പാടുള്ളൂ. നല്ലവണ്ണം മിക്സാക്കിയിട്ട് നമ്മൾ പാനടുപ്പത്ത് വെച്ചിട്ട് എല്ലാം ഇതുപോലെ ഇളക്കി കൊടുക്കുക. തീ കമ്മിയാക്കി വെച്ചെടുക്കണം. എല്ലാം കൂട്ടി വെച്ച് ഇളക്കരുത്, അപ്പോൾ കത്തിക്കരി. കുറേശ്ശെ തീയിലാക്കിയിട്ട് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കാൻ കുറച്ച് നേരത്തെ പണി ഉണ്ടാവും. ഇങ്ങനെ കുറുകി വിടുമ്പോൾ 2-3 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച അണ്ടി മുന്തിരി അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കണം. കുറേശ്ശെ ആക്കി നമ്മളിത് ഇളക്കണ ടൈം കൊണ്ട് നമ്മളിത് ഏത് പാത്രത്തൊക്കെ ഒഴിക്കുന്നത് വെച്ചാൽ ആ പാത്രം എടുത്തിട്ട് നെയ്യ് തടവിയിട്ട് അതെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കിയതിൻ്റെ ശേഷം ആ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അലുവ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.